ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിതാ അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ കുളിച്ചൊക്കെ മാറ്റി റെഡിയാണ് കേട്ടോ. അമ്പലത്തിൽ പോകണം. അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അങ്ങനെ ഓനെയും കൂട്ടിങ്ങോട്ട് അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ ഇതാ മോളാട്ടോ വീഡിയോ ഇതൊക്കെ ഷൂട്ട് ചെയ്ത്. അതാ പുറത്ത് ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട്. ഇന്ന് കുറച്ച് കുറവാണ്. മാമീൻ്റെ വീട് മഞ്ഞുണ്ട് അവിടെ കേട്ടോ, അതുകൊണ്ട് കാണുന്നില്ലല്ലേ. നല്ല മഞ്ഞുണ്ട് കേട്ടോ, കുറച്ച് വെയിലൊക്കെ അറിയുന്നുണ്ട്. എന്നാലും നല്ല ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ടതാ. മോളാട്ടോ നമ്മളെ വീഡിയോ പിടിക്കുന്ന ആളെയാ. മോള് പിടിച്ചുകൊണ്ടിരിക്കേണ്ടതാ. പൂവൊക്കെ അതാ പിടിച്ചുകൊണ്ടിരിക്കേണ്ടതാ. അതാ നമ്മളെ ബർത്ത്ഡേക്കാരനെ കത്തിക്കുക. പരിപാടിയൊക്കെ ഒന്നും കഴിക്കില്ല കേട്ടോ. പരിപാടി നാളിൽ ചെറിയ പായസമൊക്കെ ഉണ്ടാക്കാണിതാ. മോളിതാ വീട്ടിലെ ടാങ്കും ടാങ്കൊക്കെ കാണിച്ചു. ഞങ്ങളാടെയുണ്ട്. ഞങ്ങൾ പഴനി പോയപ്പോൾ ഞങ്ങൾ താമര പറിക്കാൻ പോയതാണ്. അതാണിത്. ഇതാണ് ബർത്ത്ഡേക്കാരട്ടോ. ബർത്ത്ഡേ ആണ് നമ്മുടെ. നമ്മൾ അമ്പലത്തിൽ പോവാണേ. ആരതാ അമ്പാടിയ ബർത്ത്ഡേ? എല്ലാവരും പറയും ഹാപ്പി ബർത്ത്ഡേ പറയും. ആരത്? ആരതാ? നമ്മളമ്പലത്തിൽ പോവാം. നമ്മൾ അമ്പലത്തിൽ പോയാലോ? അതാ പോവാ. അതാ നിങ്ങൾ മുക്കത്തെത്തിയിട്ടതാ. മുക്കത്താ പാലത്തിൻ്റെ കാട്ടതാ. അപ്പുറത്ത് ആ തൂക്കുപാലം ഇല്ലാത്ത കൊണ്ട് ഇതിലെങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അമ്പലത്തിൽ എത്താനായിട്ടോ. അതാ അമ്പലത്തിലെത്തി. ആ പുഴ സൈഡിലെത്തി. ആ കാലം കഴിയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോവാണേ. സ്വാമി മെല്ലെ പൊയ്ക്കോ. മക്കൾ രണ്ടാളും മുന്നിൽ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയതാ. കൈയും കാലൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടതാ പുഴ സൈഡിലേക്ക് പോവുകയാണിതാ. അവിടെ ഒരു തോണിയായിട്ട് ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാരെ കിടത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആ ചേട്ടൻ. ഞങ്ങളപ്പുറത്ത് കൂടെ റോഡിനും കൂടെ പോകുന്നതാണ്. അപ്പം ഞങ്ങളിതാ പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ അപ്പുറത്തുനിന്ന് രണ്ടാൾക്കാർ വരുന്നുണ്ട്. ഇതാ തോണിയിൽ ഇങ്ങോട്ട് കിടക്കുവാൻ. അത് ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്യട്ടോ. ഇല്ല തോണിയിൽ ഇവിടെ കേട്ടോ ശിവരാത്രിയൊക്കെ നടക്കുന്നത്. ശിവരാത്രിയൊക്കെ നടക്കുമ്പോൾ അവിടെ ഇങ്ങോട്ട് ഒരു പാലൊക്കെ ഉണ്ടാവും. പാലത്തുമ്മ കൂടെയാണ് വരല്. ഈ പുഴേൻ്റെ നടുക്കൂടെ ഒരു പാലൊക്കെ ഉണ്ടാവും. വരുന്ന ജനുവരിയിലാണ് പരിപാടി. ഫെബ്രുവരിയിലൊക്കെയാണ് പരിപാടി വരുന്നത്. അല്ലേ തുണിയിൽ ചേട്ടൻ കൊണ്ടുവന്നാക്കി. അങ്ങനെ വിലക്ക് ഇറങ്ങിയതാ. ഇനിയിപ്പോൾ അതാ ഞങ്ങളിതാ പോകാൻ നോക്കുക. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് അവിടെയൊക്കെ കുറച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിതാ അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന്. നല്ല സ്ഥലമായിരുന്നു. നല്ല ഇവിടെ കേട്ടോ ശിവരാത്രിയൊക്കെ നടക്കുന്ന സ്ഥലം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങളിതാ മേലോട്ട് കയറി പോവുകയാണിതാ. മുകളിലൊരു ആലിൻ്റെ ചുവട്ടുണ്ട്. അവിടെ നിന്നിങ്ങോട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പോൾ ഇതാ ഞങ്ങളെ കഴിഞ്ഞിട്ട് ഇവിടെ ആ അമ്പലത്തിൽ ഉമാവും കാപ്പിയുണ്ട്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം അമ്പാടിക്കുട്ടനെ അംഗനവാടിയിലാക്കണം. 9:30 കഴിഞ്ഞ് 10 മണിയൊക്കെ ആവാനായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകണ വയ്ക്കുക. ഇവിടെ പാലത്തിൻ്റെ ചുവട്ടിലായിട്ട് ഇവിടെ നല്ല ഊഞ്ഞാലും ചെറിയൊരു പാർക്കൊക്കെ ആയിട്ട് ഊഞ്ഞാലിതാ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ഞങ്ങൾ കഴിച്ചതാ. ഓനും മോളും ഊഞ്ഞാലും അവിടെ ഇട്ടതാ. അങ്ങനെ ഞാനും കുറേ ഊഞ്ഞാലൊക്കെ അടിച്ചതാ. ഒരാൾ അഖിലേനോട് ചോദിച്ചപ്പോൾ അഖില പറഞ്ഞില്ലേ എന്നാ നിൽക്ക് ഞാൻ അടുത്ത അതിലേക്ക് ഊഞ്ഞാലാണ്.
ഇതാ വലിയൊരാള് ഞാനും കുറച്ച് ഉമ്മയായി നമ്മൾ കുറേ ചെറുപ്പത്തിൽ അടിയല്ലേ കഴിഞ്ഞാൽ ഒന്ന് ഉഷാറാക്കി അടിച്ചാൽ ഒന്നും നോക്കിയില്ല. കണ്ടില്ലേ ആ പാലത്തിൻ്റെ ഈ സൈഡിലായിട്ട് ഉള്ള സ്ഥലമാട്ടോ അത്. അടിപൊളിയല്ലേ ഇത്? നല്ല മുളേൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ലൊരു സുഖമാട്ടോ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ആ മുകളിലൊരു ഇലമ്പ കെട്ടിയിട്ട് ഉണ്ടാക്കിയ മാതിരി ഉണ്ട്. ആ മുകളിൽ അതിൻ്റെ മുകളിൽ ആ മക്കൾ കണ്ടാലും കയറിപ്പോയി. നല്ല സ്ഥലമാണ് ഇവിടെ. നല്ലൊരു തണുത്ത കാറ്റുണ്ട് ഒരു സൈഡായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മോനെ കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോകാട്ടതാ. അവർക്ക് രണ്ടാൾക്കും നല്ല സന്തോഷമായി എന്തായാലും. അപ്പോൾ ഞങ്ങൾ മോനെ അംഗനവാടിയിലാക്കണം. അപ്പോൾ അതാ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. വിളിച്ചോ?